ഹായ് നമസ്കാരം. ഓട്ടോ ഫയൽസ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ വറ്റയ്ക്ക് ഇട്ടുകൊടുത്ത് ഭയങ്കര വിലക്കുറപ്പം ഒരു വറ്റയുടെ മുട്ട കിട്ടിയിട്ടുണ്ട്. മീൻ മുട്ട പനിഞ്ഞെന്നൊക്കെ നമ്മളിവിടെ പറയാൻ കിട്ടും. അപ്പോൾ ഇത് ഇന്ന് നമ്മളൊന്ന് കറി വെക്കാൻ പോകണം. അത് ഉണ്ടാക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മസാല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് ചെറിയ പീസാക്കി എടുക്കണം. നമ്മുടെ ഈ മീൻ മുട്ട നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ. ചിലർ മുടുത്തതായിട്ട് കയറും, പക്ഷേ ഞാൻ ഇച്ചിരി തീരെ ചെറുതായിട്ട് അറിയുന്നത്. എന്നാലും നമുക്കത് നല്ല രീതിയിലൊന്ന് വെന്തും ഫ്രൈ ആയി വരത്തുള്ളൂ. ഈ ഒരു വലുപ്പം നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ കൂടുതലുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം. മസാല ഫ്രൈ കേട്ടോ, മസാല നമ്മൾ ഇച്ചിരി മസാല സവോളയൊക്കെ ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ നല്ല ഫ്രൈ എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുന്ന രീതിയിലല്ല, ഒരു മസാല ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി മസാലകളൊന്നുമില്ല, പക്ഷേ നമ്മൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും മാത്രം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലതൊരു ഫ്രൈ പരുവത്തിൽ, ഒരു റോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലൊരു ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ മുട്ട പൊരിക്കുന്ന പോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കും. നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 കറിവേപ്പിലയും കൂടി കൊടുക്കുക. സവോള എന്ന് പറയുന്ന 2 നിമിഷം ഉപ്പിട്ട് കൊടുക്കും. നമ്മുടെ സവോളയൊക്കെ ഒരു 3/4 ഭാഗം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മുടെ പൊടികൾ ചേർക്കാം. നമുക്ക് ശകലം മഞ്ഞൾ പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടി ചേർക്കുക, ചില കളർ വേണം, ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മുളക് പൊടിയെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിലൊരു ശകല ഒരു പുളിരസം കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകല വിനാഗിരി ഒഴിച്ചുള്ളൂ. മീനാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു പുളിയുടെ മയം വേണമല്ലോ. അപ്പം അതാണ് നല്ലത്. നമുക്ക് വയറിനൊക്കെ നല്ലത് ഇച്ചിരി പുളിയുടെ മയം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കാത്തതാണ് ശകലം വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ ഫിഷിൻ്റെ എഗ്ഗ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുരുമുളക് പൊടി അവസാനം എടുത്തോളൂ കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് റെഡിയാക്കി എടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലോ. നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുക്കുകയോ വേവിച്ചെടുക്കുകയൊന്നും ചെയ്യാതാണ്, നമ്മൾ ഡയറക്റ്റാണ് അതിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. കണ്ട അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ മുറിച്ച് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പൊടിയും ഇത് ആകുമ്പോഴത്തേക്ക് ചെറിയതായിട്ടൊന്ന് അതിൻ്റെ ഒരു പൊടിമയം ഉണ്ടല്ലോ. അപ്പോൾ ഇത്
വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. നമ്മൾ എന്ത് ഫ്രൈ ചെയ്താലും കുരുമുളക് പൊടിയാണല്ലോ മെയിൻ. ഇച്ചിരി കൂടുതൽ കുരുമുളക് ഇട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി എരിവൊക്കെ വേണം, എന്നാലേ അത് പിന്നെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കൊന്ന് ഇളക്കാം. കുരുമുളകിൻ്റെ മണമൊക്കെ നല്ലപോലെ കയറി വരാൻ നമ്മുടെ മീൻമുട്ടയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു പച്ചക്കറിയാക്കും മിക്സ് ചെയ്യാം. ശരിക്കും ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് മീൻ മുട്ട തോരൻ പോലെ ആയി. പക്ഷെ എന്നാലും തേങ്ങ അത് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മീൻ മുട്ട കൊണ്ടൊരു തോരൻ പോലത്തെ ഒരു ഫ്രൈ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല റേഷൻ കുത്തിരി ചോറും വറ്റമീൻ്റെ മുട്ട ഫ്രൈ ചെയ്തതും നമ്മുടെ മുറ്റത്തുണ്ടായ നല്ല വെണ്ടയ്ക്ക തോരൻ, വറ്റമീൻ കുടംപുളി ഇട്ട് വെച്ച നല്ല നാടൻ കോട്ടയം സ്റ്റൈൽ മീൻകറി, വറ്റ വറുത്തത്, നല്ല വത്തലമുളക് ഇടിച്ചത്, പച്ചമോര്, മീൻമുട്ട തോരനും കൂടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല കിടിലൻ ഊണ്, നല്ല അടിപൊളി മീൻ മുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது